നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന മരണനിരക്ക്. രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 28,514 പേർക്ക് രോഗബാധ. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 1,26,028 സാമ്പിളുകൾ. ജില്ലയിൽ 3,932 രോഗികൾ. സമ്പർക്കത്തിലൂടെ 3,720 പേർക്ക് രോഗബാധ. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നന്നായി ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരെ തീരുമാനിക്കുന്നത് ലീഗല്ല. വകുപ്പിന്റെ പേരിൽ ലീഗ് നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പെന്നും മന്ത്രി അബ്ദുറഹ്മാൻ. ജന്മനാട്ടിൽ തിരിച്ചെത്തിയ മന്ത്രിക്ക് പ്രൗഢോജ്വലമായ സ്വീകരണം. ന്യൂനപക്ഷ ക്ഷേമം മുഖ്യമന്ത്രി ഏറ്റെടുത്തത് മുസ്ലിം സമുദായത്തിന് അപമാനമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വാക്സിൻ ക്ഷാമത്തിന് ഡിവൈഎഫ്ഐ സമരം ചെയ്യേണ്ടത് നഗരസഭയിലേക്കല്ലെന്ന് തിരൂരിലെ യൂത്ത് ലീഗ് നേതാക്കൾ. സമരം നടത്തേണ്ടത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക്. നഗരസഭയെ താറടിച്ച് കാണിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് ഡിവൈഎഫ്ഐ എന്നും നേതാക്കൾ. ടൌട്ടെ ചുഴലിക്കാറ്റിൽ ജില്ലയിൽ 41.20 കോടി രൂപയുടെ കൃഷിനാശം. 7,000-ലധികം കർഷകരുടെ വിളകൾക്കാണ് നാശം സംഭവിച്ചത്. 1,117 ഹെക്ടർ നെൽകൃഷി നശിച്ചതായാണ് കണക്ക്. ടൌട്ടെയുമായി ബന്ധപ്പെട്ട കാറ്റിലും മഴയിലുമാണ് നാശം ഉണ്ടായത്. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന മരണക്കണക്ക് രേഖപ്പെടുത്തി. രോഗബാധിതരുടെ എണ്ണം കുറയുമ്പോഴും മരണസംഖ്യ വർദ്ധിക്കുന്നത് ആശങ്ക വർദ്ധിപ്പിക്കുകയാണ്. 28,514 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 24 മണിക്കൂറിനിടെ 1,26,028 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.63 ആണ്. 176 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 7,170 ആയി. 45,400 പേർ രോഗമുക്തരായത് ആശ്വാസം പകരുന്നു. ഇന്ന് കോവിഡ് ബാധിച്ചത് 28,514 പേർക്കാണ്. 1,26,028 പരിശോധനകൾ നടന്നു. മരണസംഖ്യ 176 ആണ്. ഇപ്പോൾ ആകെ ചികിത്സയിലുള്ളത് 2,89,283 പേരാണ്. ഇന്ന് രോഗമുക്തരായത് 45,400 പേരാണ്. സംസ്ഥാനത്ത് ഇന്ന് 28,514 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. മലപ്പുറം 3,932, തിരുവനന്തപുരം 3,300, എറണാകുളം 3,219, പാലക്കാട് 3,020, കൊല്ലം 2,423, തൃശൂർ 2,404, ആലപ്പുഴ 2,178, കോഴിക്കോട് 1,971, കോട്ടയം 1,750, കണ്ണൂർ 1,252, ഇടുക്കി 987, പത്തനംതിട്ട 877, കാസർഗോഡ് 702, വയനാട് 499 എന്നിങ്ങനെയാണ് ജില്ലകളിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,26,028 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 22.63 ആണ്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ നിന്ന് വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. ആകെ 11 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 176 മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 7,170 ആയി. ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 214 പേർ സംസ്ഥാനത്ത് നിന്ന് പുറത്തുനിന്ന് വന്നവരാണ്. 26,347 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1,830 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 123 ആരോഗ്യ പ്രവർത്തകർക്കാണ് ഇന്ന് രോഗം ബാധിച്ചത്. രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 45,400 പേർ രോഗമുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ 9,69,946 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 3,383 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് 4 പുതിയ ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. ഒരു പ്രദേശത്തെയും ഹോട്ട്സ്പോട്ടിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. നിലവിലാകെ 877 ഹോട്ട്സ്പോട്ടുകളാണ് സംസ്ഥാനത്തുള്ളത്. ജില്ലയിൽ 3,932 പേർക്ക് വൈറസ് ബാധ സ്ഥിരീകരിച്ചു. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 3,720 പേർ രോഗികളായി. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 29.94%. 4,555 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 777. മലപ്പുറം ജില്ലയിൽ നിന്ന് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരാൾക്കുൾപ്പെടെ 3,932 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 29.94% ശനിയാഴ്ചയിലെ ജില്ലയിലെ കോവിഡ് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. വൈറസ് ബാധിതരുമായി നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 3,720 പേർക്കും 91 പേർക്ക് ഉറവിടമറിയാതെയുമാണ് രോഗബാധ ഉണ്ടായിട്ടുള്ളത്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ജില്ലയിലെത്തിയ 36 പേർക്കും ഇതര സംസ്ഥാനങ്ങളിലെത്തിയ 84 പേർക്കും രോഗബാധ സ്ഥിരീകരിച്ചു. 65,660 പേരാണ് ജില്ലയിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. 47,531 പേരാണ് വിവിധ കേന്ദ്രങ്ങളിലായി ചികിത്സയിലുള്ളത്. 2 ലക്ഷത്തിലധികം ആളുകളാണ് ഇതുവരെയായി ജില്ലയിൽ കോവിഡ് മുക്തയായി സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയത്. 4,555 പേർ കൂടി രോഗമുക്തരായതോടെ ശനിയാഴ്ച ജില്ലയിലെ കോവിഡ് രോഗമുക്തരായവരുടെ എണ്ണം 2,10,13 ആയി. ജില്ലയിൽ ഇതുവരെ 777 പേരാണ് കോവിഡ് ബാധിതരായി മരണത്തിന് കീഴടങ്ങിയത്.
മലപ്പുറം ജില്ലയിൽ ഞായറാഴ്ച കടകൾ തുറക്കരുതെന്ന് ജില്ലാ കളക്ടർ മെഡിക്കൽ സേവനങ്ങൾക്ക് മാത്രം പ്രവർത്തനാനുമതി നൽകി. ജില്ലയിൽ കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിലാണ് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയത്. സംസ്ഥാനത്ത് ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരുന്ന മലപ്പുറം ജില്ലയിൽ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവ് പുറത്തിറങ്ങിയത്. ട്രിപ്പിൾ ലോക്ക്ഡൌൺ പ്രഖ്യാപിച്ച മറ്റു ജില്ലകളിൽ ഇളവുകൾ അനുവദിച്ചെങ്കിലും മലപ്പുറം ജില്ലയിൽ ട്രിപ്പിൾ ലോക്ക്ഡൌൺ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 3499 പേർക്കാണ് വൈറസ് രോഗബാധ സ്ഥിരീകരിച്ചത്. ഓരോ ദിവസവും രോഗബാധ അനിയന്ത്രിതമായി വളർന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നാളെ കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ തീരുമാനമെടുത്തത്. വ്യാപാര സ്ഥാപനങ്ങൾ ഒന്നും തന്നെ ഞായറാഴ്ച പ്രവർത്തിക്കാൻ പാടില്ല. അത്യാവശ്യ മെഡിക്കൽ സേവനങ്ങൾ മാത്രമേ അനുവദിക്കൂ എന്ന് ജില്ലാ ദുരന്ത അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. താനൂർ ദയ ആശുപത്രിയിൽ ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ സംവിധാനം തിങ്കളാഴ്ച മുതൽ സജ്ജമാകും. ഓക്സിജൻ സംവിധാനം സജ്ജമാകുന്നതോടെ കോവിഡ് ബാധിതർക്ക് അവശ്യഘട്ടത്തിൽ എത്രയും വേഗം ഓക്സിജൻ ലഭ്യമാക്കാൻ സാധിക്കും. താനൂരിലെ ദയ കോവിഡ് ആശുപത്രിയിൽ എത്തിച്ച ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ടാങ്ക് തിങ്കളാഴ്ചയോടെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് ജില്ലാ കളക്ടർ കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു. പ്രഷർ റെഗുലേറ്റർ കൂടി സജ്ജീകരിക്കുന്നതോടെ മെഡിക്കൽ ഓക്സിജൻ സംവിധാനം ഉപയോഗിക്കാനാകും. ഓക്സിജൻ സംവിധാനം സജ്ജമാകുന്നതോടെ കോവിഡ് ബാധിതർക്ക് ആവശ്യഘട്ടത്തിൽ എത്രയും വേഗം ഓക്സിജൻ ലഭ്യമാക്കാൻ സാധിക്കും. പാലക്കാട് കഞ്ചിക്കോട്ടെ സെയിന്റ് ഗോപിയൻ കമ്പനി ഫാക്ടറിയിൽ നിന്നാണ് 1000 ലിറ്റർ സംഭരണശേഷിയുള്ള ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ടാങ്ക് വെള്ളിയാഴ്ച ആശുപത്രിയിൽ എത്തിച്ചത്. കഞ്ചിക്കോട്ടെ പ്രീമിയം ഗ്യാസസ് കമ്പനി ഉടമകളുടേതാണ് ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ടാങ്ക്. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ ഏറ്റവും മികച്ച ഭരണം കാഴ്ചവെക്കാനാവുക മുഖ്യമന്ത്രി പിണറായി വിജയനാകുമെന്ന് വകുപ്പിന്റെ ചുമതല തന്നെ ഏൽപ്പിച്ചിട്ടില്ലെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. ലീഗല്ല മന്ത്രിമാരെ തീരുമാനിക്കുന്നതെന്നും വകുപ്പ് നൽകിയതിനു ശേഷം അത് തിരിച്ചെടുത്തെന്ന് പറയുന്നവർ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഞാലിക്കുട്ടി എന്നല്ലല്ലോ വകുപ്പുകൾ നിശ്ചയിക്കും. അത്തരത്തിലൊരു വകുപ്പ് ടെലിവിഷനുകൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ വകുപ്പാണ്. നമുക്ക് പോർട്ട്ഫോളിയോ എന്താണോ അത് വരുമ്പോൾ നമുക്ക് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്നും അത് ബന്ധപ്പെട്ട കത്തുകൾ വരും. അതിലൊന്നും ഞാനങ്ങനെ ഒരു വകുപ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഇവരെന്താണ് പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടുമില്ല. അത് മുസ്ലിം വിഭാഗത്തോടൊരു അവഗണനയാണ് ഈ വകുപ്പ് മാറ്റിയതെന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം. ഞാൻ ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ ആ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ അദ്ദേഹം മുഖ്യമന്ത്രിയുടെ കയ്യിലുള്ള ആ വകുപ്പ് അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല കാലഘട്ടം മതന്യൂനപക്ഷങ്ങൾക്കുള്ള ഏറ്റവും നല്ല കാലഘട്ടമായി നമുക്കതിനെ കാണാൻ കഴിയുമെന്നുള്ള കാര്യം എന്നെപ്പോലുള്ള ആളുകൾക്ക് ഒരു സംശയമില്ല. പിന്നെ ഈ സംശയമുള്ളവർ രാഷ്ട്രീയമായ വല്ല ലാഭത്തിനോ ഒക്കെ ആവും ഇപ്പോൾ ഇതൊക്കെ ചെയ്തു വരുന്നത്. എനിക്ക് ഈ കാര്യത്തിൽ അത്രയും പറയാനുള്ളൂ. തിരൂരിൽ ജന്മനാട്ടിൽ നൽകിയ സ്വീകരണത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പാർട്ടിയുമായി ചർച്ച ചെയ്ത് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല കാര്യമാവും. അതുകൊണ്ടുണ്ടാകും പ്രത്യേകിച്ച് ന്യൂനപക്ഷ ജനവിഭാഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നല്ലൊരു കാര്യമാണെന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് ഞാൻ. മന്ത്രി വി അബ്ദുറഹ്മാന് ജന്മനാട്ടിൽ ഉജ്ജ്വല സ്വീകരണം നൽകി. മന്ത്രിയായി ചുമതലയേറ്റ ജന്മനാട്ടിലെത്തിയ വി അബ്ദുറഹ്മാനെ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് സ്വീകരിച്ചത്. മന്ത്രിയായി ചുമതലയേറ്റ ജന്മനാട്ടിലെത്തിയ വി അബ്ദുറഹ്മാനെ പാർട്ടി പ്രവർത്തകരും നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. രാത്രി 11 മണിയോടെയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ തന്റെ ജന്മനാടായ തിരൂരിലെത്തിയത്. ജന്മനാട്ടിലെത്തിയ മന്ത്രിയെ മുദ്രാവാക്യം വിളിയോടെയാണ് അണികളും സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് സ്വീകരിച്ചത്. തുടർന്ന് പടക്കം പൊട്ടിച്ചും മറ്റും അണികൾ സന്തോഷം പങ്കുവച്ചു. എന്ത് നാടല്ലേ അത് തന്നെ ആ ഒരു ഫീൽ ഉണ്ടാവില്ലേ. അതേ കായിക വകുപ്പിൽ ഇപ്പോൾ കായിക രംഗത്ത് ഏറ്റവും ഒരു നല്ലൊരു പ്രകടനം കാഴ്ചവെക്കുന്ന ജില്ലയാണ് മലപ്പുറം. മന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്തൊക്കെ വികസനങ്ങൾ ഇപ്പോൾ പറയാൻ പറ്റില്ലെങ്കിലും
എന്തെങ്കിലും പ്രതീക്ഷകൾ അല്ലെങ്കിൽ ഒരു പദ്ധതികൾ എന്തെങ്കിലും? നമുക്ക് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ സ്പോർട്സ് എന്നുള്ള വകുപ്പ് രണ്ടാമത്തെ വകുപ്പാണ്. എന്നെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ് കേരളത്തിൻ്റെ അഭിമാനമായി മാറാൻ പോകുന്ന റെയിലിൻ്റെ പദ്ധതിയുടെ ചാർജുള്ള മന്ത്രിയാണ്. അതാണ് മുഖ്യമന്ത്രി എന്നെ പ്രധാനമായിട്ട് ഏൽപ്പിച്ചത്. കേരളത്തിൽ വരാൻ പോകുന്ന സ്പീഡ് റെയിലിൻ്റെ ചുമതലയാണ്. അതുകൊണ്ടാണ് റെയിൽവേ എന്ന് വിലയിരുത്തിയിട്ട്, അല്ലാതെ നമ്മുടെ ഇന്ത്യൻ റെയിൽവേയുടെ ഭാഗമായിട്ടുള്ള മന്ത്രിയല്ല. കേരള റെയിലാണ് അതിൻ്റെ ചാർജുള്ള മന്ത്രിയാണ്. സ്പോർട്സ് മറ്റൊരു വകുപ്പാണ്. തീർച്ചയായും കേരളത്തിൽ കഴിഞ്ഞ ഇടതുപക്ഷ സർക്കാർ വളരെയധികം കാര്യങ്ങൾ ചെയ്തു വെച്ചു. അപ്പോൾ അതിൻ്റെ തുടർച്ച, അതിൻ്റെ പൂർത്തീകരണം നമ്മുടെ കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ച കായിക രംഗത്തെ പ്രവർത്തനങ്ങൾ തന്നെ വലുതാണ്. ഇനി അത് പൂർത്തീകരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുക. ഇപ്പോൾ താനൂർ മണ്ഡലത്തിൽ തന്നെ നമ്മൾ ഏകദേശം 5 സ്റ്റേഡിയങ്ങൾ പണിയെടുക്കും. പ്രധാനപ്പെട്ട 3 സ്റ്റേഡിയങ്ങളുടെ പണി ഇപ്പോഴും പൂർത്തീകരിച്ചിട്ടില്ല. അപ്പോൾ അത്തരത്തിൽ കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ സ്റ്റേഡിയങ്ങൾ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കായിക രംഗത്ത് നമ്മൾ പ്രതിഭയെ വളർത്തിയെടുക്കാനുള്ള നിരവധി നടപടികൾ കഴിഞ്ഞ സർക്കാർ എടുത്തിട്ടുണ്ട്. അത് പൂർത്തീകരണം, ആ രീതിയിൽ കായിക രംഗത്തെ വളർത്തിയെടുക്കുക എന്നുള്ള വലിയൊരു ദൗത്യമാണ് രണ്ടാമതായി ഏറ്റെടുക്കാനുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാൽ ആളുകൾ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ ആഘോഷ പരിപാടികൾ ഒതുങ്ങി. രണ്ടാം പിണറായി സർക്കാരിലെ കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാന് താനൂരിലെ ജനങ്ങൾ നൽകിയത് ആവേശകരമായ സ്വീകരണം. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് മൂലക്കലിലെ ഓഫീസിൽ വെച്ചായിരുന്നു സ്വീകരണം. താനൂരിലെ പാർട്ടി കാരണവരും CPM മുൻ ഏരിയ സെക്രട്ടറിയുമായ ഇ ഗോവിന്ദന്റെ വീട്ടിൽ സന്ദർശിച്ചായിരുന്നു മന്ത്രിയുടെ ആദ്യ ദിവസത്തെ തുടക്കം. രാവിലെ 11 മണിയോടെയാണ് ഇ ഗോവിന്ദന്റെ കേപ്പുരം കുണ്ടുങ്കലിലെ വീട്ടിലെത്തിയത്. മകൻ അനോജും കുടുംബവും മന്ത്രിയെ സ്വീകരിച്ചു. നമ്മൾ കണ്ടതിലെന്താ അതിൽ നമ്മൾ എന്നെ ഇഷ്ടപ്പെടുന്ന ജനങ്ങളുള്ള സ്ഥലമല്ലേ, അപ്പോൾ അവരെ കാണണ്ടേ. അവരെ കാണാതെ നമുക്ക് പോകാൻ കഴിയില്ല. പ്രധാനപ്പെട്ട പാർട്ടി പ്രവർത്തകരെ അവിടെല്ലാം കാണണം. അല്പസമയം ചെലവഴിച്ച ശേഷം മകനും പാർട്ടി ജില്ലാ സെക്രട്ടറി അംഗവുമായ ഇ ജയന്റെ വീട്ടിലും സന്ദർശനം നടത്തി. മന്ത്രിയുടെ സന്ദർശന വിവരം അറിഞ്ഞ് പ്രദേശത്തെ പാർട്ടി പ്രവർത്തകരും എത്തിയിരുന്നു. പ്രവർത്തകർ മന്ത്രിയെ ഷാൾ അണിയിച്ചു. തുടർന്നാണ് മന്ത്രി മൂലക്കലിലെ ഓഫീസിലെത്തിയത്. മുദ്രാവാക്യം വിളിച്ചും പടക്കം പൊട്ടിച്ചും ഹരാർപ്പണം നടത്തിയുമാണ് പ്രവർത്തകർ മന്ത്രിയെ സ്വീകരിച്ചത്. എല്ലാവരും വിട്ട് തുടർന്ന് മധുരം വിതരണം ചെയ്തു. പ്രവർത്തകരോട് കുശലാന്വേഷണം നടത്തി അല്പസമയം ഓഫീസിൽ ചെലവഴിച്ച് മലപ്പുറത്തേക്ക് പോയി. കോവിഡ് പ്രതിസന്ധി നിലനിൽക്കുന്നതിനാൽ മന്ത്രിസ്ഥാനം ലഭിച്ചതിൽ ആഘോഷം സംഘടിപ്പിക്കാനാവാത്തതിന്റെ വിഷമത്തിലാണ് താനൂരിലെ ജനത. ന്യൂനപക്ഷ ക്ഷേമം മുഖ്യമന്ത്രി ഏറ്റെടുത്തത് മുസ്ലിം സമുദായത്തിന് അപമാനമെന്ന് വി കെ കുഞ്ഞാലിക്കുട്ടി. വസ്തുതകളെ അട്ടിപ്പേറവകാശം എന്ന് പറഞ്ഞ് ആക്ഷേപിക്കുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. മലപ്പുറത്ത് ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി ഏറ്റെടുത്ത വിവാദത്തിൽ രൂക്ഷ വിമർശനവുമായി പി കെ കുഞ്ഞാലിക്കുട്ടി MLA രംഗത്തെത്തി. സംഭവം സമുദായത്തെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. മന്ത്രിമാർക്ക് ഏത് വകുപ്പ് കൊടുക്കുന്നു എന്നതിലല്ല, കൊടുത്തിട്ട് തിരിച്ചെടുക്കുന്നത് അപമാനിക്കുന്നതിന് തുല്യമാണെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി. അതിലെ പ്രശ്നം കൊടുത്തിട്ട് അത് തിരിച്ചെടുത്തു എന്നുള്ളതാണ്. തിരിച്ചെടുക്കാനുള്ള കാരണം ബന്ധപ്പെട്ട ഒരു സമുദായം അത് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലയിലാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനേക്കാൾ വലിയൊരു ഇൻസൾട്ട് വേറെ ഉണ്ടോ? അത് വളരെ മോശമായിപ്പോയി. സമുദായങ്ങളുടെ പേര് പറഞ്ഞ് ആ സമുദായം അത് കൈകാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള നിലയിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ആ സമുദായത്തിനെ തന്നെ ഇൻസൾട്ട് ചെയ്യുന്ന ഒരു വിഷയമായിപ്പോയി. ഇത് ആർക്കെന്ത് കൊടുത്താലും
അത് മുഖ്യമന്ത്രിയുടെ പ്രൊറോഗേറ്റീവാണ്, നമുക്ക് പ്രശ്നമില്ല, കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്പോർട്ടോ സ്പോർട്സോ എന്തായാലും സർക്കാരില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം കൊടുത്തിട്ട് തിരിച്ചെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ കാരണം. ഇത് സംബന്ധിച്ചുള്ള മുഖ്യമന്ത്രി ഒരു സമുദായത്തിന്റെ പേര് പറഞ്ഞാണ് നിയോഗിച്ച വകുപ്പ് തിരഞ്ഞെടുത്തതെന്നും അത് സമുദായത്തെ തന്നെ അപമാനിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിന്റെ കാരണം മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കണം. ചില സമുദായങ്ങൾ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ശരിയാവില്ല എന്ന് പറയുന്നത് ശരിയല്ല. വസ്തുത പറയുമ്പോൾ അട്ടിപ്പേറാവകാശം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് ചേർന്ന മുസ്ലിം ലീഗ് ഉന്നതാധികാര സമിതി യോഗത്തിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. രണ്ടാം പിണറായി വിജയൻ സർക്കാരിൽ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രിയായി വി അബ്ദുറഹ്മാൻ സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. എന്നാൽ പിന്നീട് ആ വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ഏറ്റെടുത്തു. ഈ വിഷയത്തിലാണ് രൂക്ഷമായ പ്രതികരണവുമായി ലീഗ് നേതാക്കൾ രംഗത്തെത്തിയത്. മുസ്ലിം ലീഗിൽ നേതൃമാറ്റമുണ്ടാകുമെന്ന വാർത്ത ശരിയല്ലെന്ന് നേതാക്കൾ. നേതൃതലത്തിൽ അഴിച്ചുപണിയും ഉണ്ടാകുമെന്നും വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നും കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ പറഞ്ഞു. അടുത്ത മാസം സംസ്ഥാന ഭാരവാഹി യോഗം ചേർന്ന് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും PMA സലാം പറഞ്ഞു. പാണക്കാട് ചേർന്ന ഉന്നതാധികാര സമിതി യോഗത്തിന് ശേഷമായിരുന്നു നേതാക്കളുടെ പ്രതികരണം. കോവിഡ് നിയന്ത്രണങ്ങൾ നിലനിൽക്കുന്നതിനാലാണ് സംസ്ഥാന ഭാരവാഹി യോഗം നീണ്ടതെന്ന് ജനറൽ സെക്രട്ടറി പറഞ്ഞു. ഇതിനുശേഷം മെമ്പർഷിപ്പ് ക്യാമ്പയിനും സംസ്ഥാന കമ്മിറ്റി പുനഃസംഘടനയും ഉണ്ടാകും. മുസ്ലിം ലീഗ് വ്യവസ്ഥാപിതമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണെന്നും ഇടക്കാലത്ത് വെച്ച് നേതൃത്വമാറ്റമുണ്ടാകുമെന്ന പ്രചാരണം ശരിയല്ലെന്നും PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വിശദമായി വിലയിരുത്താൻ വേണ്ടി പാർട്ടിയുടെ ഭാരവാഹികളുടെ യോഗം ആദ്യം കൂടും. അത് കഴിഞ്ഞ് വർക്കിംഗ് കമ്മിറ്റി കൂടും. വർക്കിംഗ് കമ്മിറ്റിയിൽ വിശദമായി ചർച്ച ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് ജനറൽ സെക്രട്ടറി പറഞ്ഞ വിഷയം, ലീഗ് വ്യവസ്ഥാപിതമായി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. വ്യവസ്ഥാപിതമായി ഇലക്ഷനിൽ ജയപരാജയങ്ങൾ എന്തുണ്ടായാലും ശരി, അത് അതിൻ്റെ സമിതികൾ യോഗം ചേർന്ന് വളരെ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷം ആ നിലപാട് പുറത്തേക്ക് വരുമ്പോൾ അതാണ് ലീഗിൻ്റെ നിലപാട്. അതല്ലാതെ പാർട്ടി അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ ഉള്ള നിലയിൽ സാമൂഹിക മാധ്യമങ്ങൾ ഇടക്കാലത്ത് അഴിച്ചുപണി ഉണ്ടാവും, അതുപോലുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്ന അത്തരം വാർത്തകളൊക്കെ അടിസ്ഥാനരഹിതമാണ് എന്നുള്ളതാണ്. അതാണ് ഇന്ന് പാർട്ടി പ്രസിഡന്റിൻ്റെ ഇത് സംബന്ധിച്ചുള്ള ഒരു പ്രസ്താവന തന്നെയുണ്ട്. നിക്ഷിപ്ത താൽപര്യക്കാരാണ് നേതൃത്വമാറ്റമെന്ന പ്രചരണത്തിന് പിന്നിലെന്നും അത്തരം കാര്യങ്ങൾ അജണ്ടയിലില്ലെന്നുമായിരുന്നു ET മുഹമ്മദ് ബഷീർ MPയുടെ പ്രതികരണം. നേതൃത്വമാറ്റമുണ്ടാകുന്നുൾപ്പെടെയുള്ള മുസ്ലിം ലീഗിനെതിരായ പ്രചരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് അടിയന്തര ഉന്നതാധികാര സമിതി യോഗം ചേർന്നതെന്നും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പാർട്ടി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും തെറ്റായ പ്രതികരണങ്ങളുണ്ടായാൽ നടപടി ഉണ്ടാകുമെന്നും നേതാക്കൾ വ്യക്തമാക്കി. ഒരു ഇടവേള. വാർത്തകൾ തുടരുന്നു. തിരൂരിൽ വാക്സിൻ തീർന്നതിന് DYFI സമരം ചെയ്യേണ്ടത് നഗരസഭയിലേക്കല്ല ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്കാണെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു. കോവിഡ് പ്രതിരോധവുമായി സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന നഗരസഭയെ താറടിച്ചു കാണിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് DYFI എന്നും നേതാക്കൾ പറഞ്ഞു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ നൽകി വരുന്ന വാക്സിനേഷൻ ജനങ്ങൾക്ക് ഉപകാരപ്പെടും വിധം നഗരസഭ ടൗൺ ഹാൾ വിട്ടു നൽകുക മാത്രമാണ് നഗരസഭ ചെയ്തതെന്നും വാക്സിൻ തീർന്നു പോയതിന്റെ പേരിൽ DYFI സമരം ചെയ്യേണ്ടത് നഗരസഭയിലേക്കല്ലെന്നും ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണെന്നും യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ അഭിപ്രായപ്പെട്ടു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ നൽകി വരുന്ന വാക്സിനേഷൻ ജനങ്ങൾക്ക് ഒന്നുകൂടി സൗകര്യമാകുന്ന തരത്തിലേക്ക് ടൗൺ ഹാളിലേക്ക് മാറ്റാനുള്ള സാങ്കേതിക സൗകര്യം മാത്രമാണ് നഗരസഭ ചെയ്തു നൽകിയത്. അല്ലാതെ നഗരസഭയല്ല തിരൂർ ജില്ലാ ആശുപത്രിയാണ് തിരൂരിലെ വാക്സിനേഷന് നേതൃത്വം നൽകുന്നത് എന്ന് തിരൂരിലെ DYFIയെ ഞങ്ങൾ അറിയിക്കുകയാണ്. വാക്സിൻ തീർന്നു പോയതുമായി ബന്ധപ്പെട്ട് നഗരസഭയിലേക്കല്ല സമരം ചെയ്യേണ്ടത്, ആരോഗ്യമന്ത്രിയുടെ ഓഫീസിലേക്കാണ് എന്നത് യൂത്ത് ലീഗ് അഭിപ്രായപ്പെടുകയാണ്. കോവിഡ് പ്രതിരോധവുമായി സർക്കാർ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് മികച്ച നിലയിൽ പ്രവർത്തിക്കുന്ന നഗരസഭയെ താറടിച്ചു കാണിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് DYFI. നഗരസഭയുടെ പ്രവർത്തനവുമായി സഹകരിക്കാതെ വാർഡുകളിൽ സമാന്തര പ്രവർത്തനം നടത്തുകയാണ് ഇടതുപക്ഷമെന്നും നേതാക്കൾ കുറ്റപ്പെടുത്തി. നമ്മുടെ വാർഡ് തലത്തിൽ RRTയുമായി ബന്ധപ്പെട്ട് മറ്റു വാർഡുകളിലെ DYFI പ്രവർത്തകരായ RRT മെമ്പർമാർ സ്വന്തം വാർഡിലേക്ക് മാറ്റി രാഷ്ട്രീയം കളിക്കുന്ന ആളുകളാണ് തിരൂർ നഗരസഭ കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൽ രാഷ്ട്രീയം നടത്തുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയം കളിക്കുന്നത് എന്ന് ആരോപിക്കുന്നത്. തിരൂർ നഗരസഭയിൽ വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു കോവിഡ് കൺട്രോൾ സെഷനുണ്ട്. ആ കോവിഡ് കൺട്രോൾ റൂമിൽ നിന്ന് പല സന്നദ്ധ സംഘടനകളും മാസ്കുകളും ഗ്ലൗസുകളും സാനിറ്റൈസറുകളും PPE കിറ്റുകളൊക്കെ നൽകി അത് വാർഡ് തലത്തിൽ RRTകൾക്ക് നഗരസഭ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ തിരൂർ നഗരസഭയിൽ പ്രവർത്തിക്കുന്ന കോവിഡ് കൺട്രോൾ റൂമുമായി ബന്ധപ്പെട്ട്
എന്ത് സഹായമാണ് ഡിവൈഎഫ്ഐ നൽകിയിട്ടുള്ളത് എന്ന് വ്യക്തമാക്കണം. സ്വന്തം വാർഡുകളിൽ നിന്ന് RRT അംഗങ്ങളെ എടുക്കാതെ മറ്റു വാർഡുകളിൽ നിന്ന് സഖാക്കളെ കൊണ്ടുപോയി RRT അംഗങ്ങൾ ഉണ്ടാക്കുന്ന ഇവരാണ് നഗരസഭാ ഭരണസമിതി രാഷ്ട്രീയം കളിക്കുന്നുവെന്ന് പറയുന്നതെന്നും നഗരസഭ ഒരു കൺട്രോൾ റൂം തുറന്നിട്ടും ഇത്രയും ദിവസമായിട്ടും പല സംഘടനകളും സഹായമായി വരുമ്പോൾ ഡിവൈഎഫ്ഐ എന്ത് സംഭാവനയാണ് നഗരസഭയ്ക്ക് നൽകിയതെന്ന് വ്യക്തമാക്കണമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ സന്നിഗ്ധ ഘട്ടത്തിൽ രാഷ്ട്രീയം കളിക്കാതെ ഒരുമിച്ച് നിൽക്കാൻ ഡിവൈഎഫ്ഐ തയ്യാറാവണമെന്നും മുസ്ലിം യൂത്ത് ലീഗ് ഭാരവാഹികളായ അസീം ചബ്ര, അൻവർ പാറയിൽ, ടി ബാബു തുടങ്ങിയവർ ആവശ്യപ്പെട്ടു. കഴിഞ്ഞ വർഷം തിരൂർ നഗരത്തിൽ ഒരു പാവപ്പെട്ട പ്രവാസി ക്വാറന്റൈൻ കേന്ദ്രത്തിൽ ഭക്ഷണവും കൃത്യസമയത്ത് ആംബുലൻസ് എത്താത്തതുമായി ബന്ധപ്പെട്ട ഒരു ദാരുണമായ മരണം സംഭവിച്ചത് നമ്മളൊക്കെ കണ്ടതാണ്. പുതിയ ഭരണസമിതി വന്നതിന് ശേഷം സൗജന്യമായി രോഗികളെ കൊണ്ടുവരാനുള്ള ഓക്സിജൻ സൗകര്യത്തോടു കൂടിയുള്ള ആംബുലൻസ് സൗകര്യവും അതോടൊപ്പം തന്നെ എല്ലാവർക്കും കൃത്യമായി ഭക്ഷണം എത്തിക്കുന്ന കാര്യം ഉൾപ്പെടെ നഗരസഭ ചെയ്തു എന്ന് മാത്രമല്ല, നമ്മുടെ നാട്ടിലെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ കൃത്യമായി ചാനലൈസ് ചെയ്യാൻ വാർഡുകൾ അടിസ്ഥാനത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ഈ സാമൂഹ്യ അടുക്കളവുമായി ബന്ധപ്പെട്ടുണ്ടായ അഴിമതി കഥകൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. കിൻഡൽ കണക്കിന് അരികളാണ് കുഴിച്ചുമൂടിയത്. സ്കൂളുകളിൽ നിന്ന് ശേഖരിച്ച ഉദാരമതികൾ നൽകിയ ആ ഭക്ഷണ കിറ്റുകൾ, അരികളൊക്കെ എന്തു ചെയ്തു എന്നത് ആ അഴിമതി കഥകൾ പറയാതിരിക്കുകയാണ് ഭേദം. നഗരസഭ നടത്തിക്കൊണ്ടിരിക്കുന്ന കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകിക്കൊണ്ട് നഗരസഭയുമായി ഈ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കാൻ തിരൂരിലെ ഡിവൈഎഫ്ഐ തയ്യാറാകണമെന്നാണ് മുനിസിപ്പൽ യൂത്ത് ലീഗ് കമ്മിറ്റിക്ക് അഭിപ്രായപ്പെടാനുള്ളത്. ജില്ലാ ആശുപത്രിയിൽ നിന്നും വെന്റിലേറ്റർ എടുക്കാനുള്ള നീക്കം നടന്നത് കളക്ടർ ഇടപെട്ടതുകൊണ്ടാണെന്നും ഗുരുതരമായ അവസ്ഥയിൽ കഴിയുന്ന രോഗികൾക്ക് വേണ്ടിയായിരുന്നുവെന്നും നിയുക്ത MLA കുറുക്കുളി മൊയ്തീൻ പറഞ്ഞു. മുൻ MLA സി മമ്മൂട്ടിയുടെ ഫണ്ടിൽ നിന്നാണ് വെന്റിലേറ്റർ തിരൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത്. വെന്റിലേറ്റർ സ്ഥാപിക്കുന്നതിനുള്ള സൗകര്യമൊരുക്കാൻ 2 ആഴ്ച സമയം കൂടെ കരാറുകാരൻ പറഞ്ഞതിനാലാണ് വെറുതെ ഇരിക്കേണ്ടെന്ന് കരുതി കളക്ടർ ഇടപെട്ടപ്പോൾ MLA എന്ന നിലയിൽ 10 ദിവസത്തേക്ക് കൊണ്ടുപോകാൻ അനുവാദം നൽകിയത്. കഴിഞ്ഞ തവണ നമ്മുടെ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച ബഹുമാന്യനായ മമ്മൂട്ടി സാഹിബ് അദ്ദേഹത്തിൻ്റെ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാങ്ങിയ വെന്റിലേറ്ററുകൾ അവിടെ ഉപയോഗപ്പെടുത്താൻ കഴിയാതെ ഇരിക്കുകയായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വർക്ക് കൊട്ടേഷനൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിലും പണി പൂർത്തിയായിട്ടില്ല. കരാറുകാരനുമായി മിനിഞ്ഞാന്ന് ഞാൻ നടത്തിയ സംസാരത്തിൽ 2 ആഴ്ചക്കുള്ളിൽ പൂർത്തീകരിച്ച് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയ്ക്കാണ് നമ്മുടെ രോഗികളുടെ എണ്ണം കൂടുകയും വെന്റിലേറ്റർ സൗകര്യം കൂടുതൽ ആവശ്യമായി വരികയും ചെയ്ത ഒരു സന്ദർഭം. ജില്ലാ കലക്ടറുമായി സംസാരിച്ചു. ജില്ലാ കലക്ടർ ഇത് ഇവിടുന്ന് ഉപയോഗിക്കാതെ കിടക്കുന്നതുകൊണ്ട് എടുത്തു മാറ്റാനുള്ള ഒരാലോചന ഉണ്ടായി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഇരുവരും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സംവദിക്കുകയും അദ്ദേഹം എപ്പോഴാണോ തിരൂരിൽ ആവശ്യമുള്ളത് അന്ന് ഇങ്ങോട്ട് എത്തിച്ചു തരാം. അദ്ദേഹം ഉപയോഗിച്ച വാക്ക് MLAക്ക് 2 ദിവസം കഴിഞ്ഞ് വേണമെങ്കിൽ 3-ാം ദിവസം ഞാൻ അവിടെ എത്തിക്കും എന്നാണ് കലക്ടർ എനിക്ക് തന്നിട്ടുള്ള വാക്ക്. എങ്കിലും ഞാൻ അദ്ദേഹവുമായുള്ള സംസാരത്തിൽ 10 ദിവസം കലക്ടറുമായി സംസാരിക്കുകയും അതനുസരിച്ച് 10 ദിവസം MES മെഡിക്കൽ കോളേജിലേക്ക് അത് കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിൽ സർക്കാർ നിയന്ത്രണത്തിലുള്ള വാർഡിലെ കോവിഡ് രോഗികൾക്ക് വേണ്ടിയായിരുന്നു കളക്ടർ ഇടപെട്ടത്. സ്റ്റോർ മാനേജർക്ക് വിവരം നൽകുന്നതിൽ വന്ന വീഴ്ച അന്വേഷിക്കുമെന്നും കുറുക്കുളി മൊയ്തീൻ MLA പറഞ്ഞു. തിരൂരിൽ 2 ആഴ്ച അത് വെറുതെ ഇരിക്കുന്നത് ആർക്കും ഗുണകരമല്ല. അതുകൊണ്ട് 10 ദിവസം നമ്മുടെ ജില്ലയിലെ പാവങ്ങളായ രോഗികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ജില്ലാ കലക്ടറുമായി നടത്തിയ സംസാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് കൊണ്ടുപോകാൻ അനുമതി കൊടുത്തിട്ടുള്ളത്. അത് കൊണ്ടുപോകുന്നതിനോട് യോജിപ്പുള്ള ആളല്ല ഞാൻ. പക്ഷേ ഈ പ്രത്യേക സന്ദർഭത്തിൽ ഈ നിർണായകമായ സമയത്ത് വളരെ ക്രിട്ടിക്കലായി വളരെ പ്രയാസപ്പെട്ട് കഴിയുന്ന രോഗികൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയാണ് അത് ജില്ലാ കലക്ടർ ഇവിടെ അഭ്യർത്ഥന മാനിച്ച് കൊടുക്കാൻ സമ്മതിച്ചത്. 10 ദിവസത്തേക്ക് എന്ന വാക്കാൽ കരാറിലാണ് അത് കൊണ്ടുപോകുന്നത്. താനൂർ മൂലക്കൽ ദയാ കോവിഡ് ഹോസ്പിറ്റലിലേക്ക് താനൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ ഉപകരണങ്ങൾ നൽകി. പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TP റസാഖ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൽമത്തിന് കൈമാറി. മൂലക്കൽ പ്രവർത്തിക്കുന്ന ദയ ഹോസ്പിറ്റലിന്റെ കോവിഡ് സെന്ററിലേക്കാണ് താനാളൂർ പഞ്ചായത്ത് മുസ്ലിം ലീഗിന്റെ മെഡിക്കൽ ഉപകരണങ്ങൾ കൈമാറിയത്. മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി TP റസാഖ് താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൽമത്തിന് മെഡിക്കൽ കിറ്റുകൾ കൈമാറി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PC അഷ്റഫ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ T നിയാസ, പഞ്ചായത്ത് മുസ്ലിം ലീഗ് ഭാരവാഹികളായ TPM മൊഹസിൻ ബാബു, PP ബഷീർ, P അബ്ദുൽ കരീം തുടങ്ങിയവർ പങ്കെടുത്തു. തലക്കാട് പഞ്ചായത്ത് കാഞ്ഞിരക്കൊൽ UP സ്കൂളിൽ ഇംഗ്ലീഷ് ഫെസ്റ്റിനോടനുബന്ധിച്ച് കുട്ടികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ലോക്ക്ഡൌൺ കാലത്ത് തിരൂർ BRCയുടെ സഹായത്തോടെ സ്കൂൾ കുട്ടികൾക്കായാണ് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചത്. Hi friends, once again I welcome back to
വിവിധയിനം കലാമത്സരങ്ങൾ, പേപ്പർ ക്രാഫ്റ്റിംഗ്, കുക്കറി ഷോ തുടങ്ങിയവയായിരുന്നു മത്സരങ്ങൾ. പാചകകലകളിൽ ഏറെ വൈവിധ്യം നിറഞ്ഞ അവതരണമായിരുന്നു കുട്ടികൾ നടത്തിയത്. Today we are going to make chicken samosa. Go and watch. First we add coconut oil. Then we add chopped onions. ലോക്ക്ഡൌൺ കാലത്ത് തിരൂർ BRCയുടെ സഹകരണത്തോടെ സ്കൂൾ കുട്ടികൾക്കായാണ് പരിപാടികൾ ഇംഗ്ലീഷ് ഫെസ്റ്റ് നടത്തിയത്. അടുക്കളയിലെ രാജകുമാരിയായി ഓരോരുത്തരും വേഷമിട്ടപ്പോൾ ഏറെ ആകർഷണീയമായി. സ്വാതേറുന്ന രുചികരമായ ഭക്ഷണം തേടി റെസ്റ്റോറന്റുകൾ കയറിയിറങ്ങാൻ പറ്റാത്ത മഹാമാരി കാലത്ത് എങ്ങനെ പിടിച്ചു നിൽക്കാമെന്ന വലിയൊരു സന്ദേശം കൂടി കുട്ടികൾ കാണിച്ചു തന്നു. മാതാപിതാക്കളെ സഹായിക്കുന്നതോടൊപ്പം തങ്ങൾക്കും കിട്ടിയ ഒഴിവുവേളകൾ ഫലപ്രദമായി ഉപയോഗപ്പെടുത്താനും അവർ ശീലിച്ചു. കുട്ടികളുടെ പേപ്പർ ക്രാഫ്റ്റിംഗും കലാപരിപാടികളും ഏറെ ആകർഷണീയമായിരുന്നു. പരിപാടികൾ മലപ്പുറം ജില്ലാ ഡയറ്റ് ലെക്ചർ PJC ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മാസ്റ്റർ ഹനീഫ പുല്ലൂർ, ജ്യോതി KU, ബേബി K, അമീൻ മയ്യേരി എന്നിവർ നേതൃത്വം നൽകി. കോവിഡാനന്തരം ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് ഓൺലൈനായി ഫിസിയോതെറാപ്പി ചികിത്സാ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന ബൃഹത് പദ്ധതി ഉന്നതിക്ക് വെട്ടം പഞ്ചായത്തിൽ തുടക്കമായി. പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിയുക്ത MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. കേരള അസോസിയേഷൻ ഫോർ ഫിസിയോതെറാപ്പിസ്റ്റ് കോർഡിനേഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി സഹകരിച്ച് നടത്തിയ പദ്ധതിയുടെ പഞ്ചായത്ത് തല ഉദ്ഘാടനം നിയുക്ത MLA കുറുക്കോളി മൊയ്തീൻ നിർവഹിച്ചു. ജീവിത ശൈലി രോഗങ്ങൾ തന്നെ കേരളത്തിലെ ജനങ്ങളെ വളരെ ശക്തമായി തന്നെ പിടികൂടിയ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതിനിടയിലേക്കാണ് ഈ മഹാമാരിയുടെ വരവ് കൂടി ഉണ്ടായത്. ഒന്നാം ഘട്ടം ഒന്ന് ശാന്തമായി അടച്ചുപൂട്ടിയ കിളികളെ തുറന്നു വിടുന്നത് പോലെ സർവ്വ നിയന്ത്രണങ്ങളും ഭേദിച്ചുകൊണ്ടാണ് നാം വീണ്ടും അഹങ്കാരത്തിൻ്റെ പടവുകളിലേക്ക് ജനങ്ങൾ കയറ്റത്. അതിനിടയ്ക്ക് രണ്ടാം ഘട്ടം കൂടി വന്ന് ആകെ അഭിനയപ്പെടുത്തിയിരിക്കുകയാണ്. പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി അധ്യക്ഷനായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, പഞ്ചായത്ത് സെക്രട്ടറി അബു ഫൈസൽ, വൈസ് പ്രസിഡന്റ് രജനി മുനേൽ, മെഹർഷ കള്ളിക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ഇടവേള കൂടി. താനാളിൽ കോവിഡ് രോഗവ്യാപനം അതിരൂക്ഷം. നിലവിൽ രോഗബാധിതർ 600 കടന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 42%. നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ പഞ്ചായത്ത് തല RRT യോഗത്തിൽ തീരുമാനം. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം കണ്ടെത്താൻ പരിശോധന കർശനമാക്കാനും തീരുമാനം. താനാളൂർ പഞ്ചായത്തിൽ കോവിഡ് രോഗബാധിതരുടെ എണ്ണം ദിനംപ്രതി കൂടി വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ പഞ്ചായത്ത് തല RRT യോഗം തീരുമാനിച്ചു. പഞ്ചായത്തിൽ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് പ്രസിഡന്റ് K. മല്ലിക ടീച്ചറുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നത്. നിലവിൽ രോഗബാധിതരുടെ എണ്ണം 600-ന് മുകളിലാണ്. ദിനംപ്രതി രോഗബാധിതരുടെ എണ്ണം 50-നും 60-നും ഇടയ്ക്കാണ്. 42% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 8 പേരാണ് കോവിഡ് മൂലം മരണപ്പെട്ടത്. ഇത് വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് നിയന്ത്രണങ്ങൾ കടുപ്പിക്കാൻ യോഗം തീരുമാനിച്ചത്. പ്രധാന റോഡ് ഒഴികെ പഞ്ചായത്തിലെ മുഴുവൻ റോഡുകളും അടച്ചിടും. കോവിഡ് പ്രോട്ടോകോൾ ലംഘനം കണ്ടെത്താൻ 5 മേഖലയാക്കി തിരിച്ച് പ്രത്യേക സ്ക്വാഡുകൾക്ക് രൂപം നൽകി. പോലീസിന്റെ സഹായത്തോടെ മുഴുവൻ വാർഡുകളിലും പരിശോധന നടത്തും. പഞ്ചായത്തിൽ മിക്ക വാർഡുകളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ സജീവമല്ലെന്ന പരാതി ഉയർന്നിരുന്നു. എന്നാൽ അത്തരം പരാതികൾ വസ്തുതാപരമല്ലെന്നും മുഴുവൻ വാർഡുകളിലും ആവശ്യമായ പ്രവർത്തനങ്ങൾ സജീവമായി നടക്കുന്നുണ്ടെന്നും യോഗം വിലയിരുത്തി. നിലവിൽ രോഗബാധിതരെ കൊണ്ടുപോകുന്നതിന് ഒരു ആംബുലൻസ് സേവനമാണുള്ളത്. ഒരു ആംബുലൻസ് കൂടി ഏർപ്പെടുത്താൻ യോഗം തീരുമാനിച്ചു. ഇതുകൂടാതെ പ്രൈവറ്റ് വാഹനങ്ങൾ വേറെയുമുണ്ട്. കോവിഡ് പരിശോധനയുടെ എണ്ണം കൂട്ടാനും തീരുമാനിച്ചു. നിലവിൽ ദിവസം 100 പേർക്കാണ് പരിശോധന നടത്തുന്നത്. ഇത് ഇനി മുതൽ ഇരട്ടിയാക്കും. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളോട് ജനങ്ങൾ സഹകരിക്കണമെന്നും നിർദ്ദേശങ്ങൾ പാലിക്കാൻ തയ്യാറാവണമെന്നും അധികൃതർ ആവശ്യപ്പെട്ടു. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് K. മല്ലിക ടീച്ചർ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് V. അബ്ദുറസാഖ്, ഹെൽത്ത് ഇൻസ്പെക്ടർ അജിത് ബാൽ എന്നിവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാർ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് തല RRT അംഗങ്ങൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ടൌട്ടെ ചുഴലിക്കാറ്റിൽ ജില്ലയിൽ 41.20 കോടി രൂപയുടെ കൃഷിനാശം. 7000-ലധികം കർഷകരുടെ വിളകൾക്കാണ് നാശം സംഭവിച്ചത്. 1117 ഹെക്ടർ നെൽകൃഷി നശിച്ചതായാണ് കണക്ക്. ടൌട്ടയുമായി ബന്ധപ്പെട്ട് കാറ്റിലും മഴയിലുമാണ് നാശമുണ്ടായത്. മലപ്പുറം ജില്ലയിൽ ടൌട്ടെ ചുഴലിക്കാറ്റിന്റെ ഭാഗമായുള്ള കാറ്റിലും മഴയിലും വൻ കൃഷിനാശമാണ് ഉണ്ടായത്. 41,20,00,000 രൂപയുടെ കൃഷിനാശം ജില്ലയിലുണ്ടായതായാണ് ഔദ്യോഗിക കണക്ക്. 10,000-കണക്കിന് കർഷകരുടെ നെല്ല്, വാഴ തുടങ്ങിയ കൃഷികളാണ് നശിച്ചത്. 1117.14 ഹെക്ടർ കൃഷി നശിച്ചതായാണ് ഔദ്യോഗിക കണക്ക്. 7212 കർഷകരെയാണ് കൃഷിനാശം ബാധിച്ചത്. വാഴ കർഷകർക്കാണ് ഏറ്റവും അധികം നഷ്ടം. 17,68,00,000 രൂപയുടെ കുലയ്ക്കാത്ത വാഴയും 15,48,00,000 രൂപയുടെ
കുലച്ച വാഴകളും നശിച്ചു. 200 ഹെക്ടറിലെ വാഴയാണ് നശിച്ചുപോയത്. 3092 കർഷകരെ ഇത് ബാധിച്ചു. 442 കർഷകരുടെ 375.56 ഹെക്ടർ ഭൂമിയിലെ നെൽകൃഷിയും നശിച്ചു. 5.6 കോടി രൂപയുടെ നാശമാണ് ഇതിലൂടെ കണക്കാക്കുന്നത്. 209.5 ഹെക്ടർ ഭൂമിയിലെ പച്ചക്കറി കൃഷി നശിച്ചതിലൂടെ 86.60 ലക്ഷം രൂപയുടെ നാശനഷ്ടമുണ്ടായി. 23 ലക്ഷം രൂപയുടെ കപ്പ കൃഷിയും 12.18 ലക്ഷം രൂപയുടെ കമുകും 10.75 ലക്ഷം രൂപയുടെ എള്ളും മഴക്കെടുതിയിൽ നശിച്ചു. 28 ലക്ഷം രൂപയുടെ തെങ്ങും 1 ലക്ഷം രൂപയുടെ തെങ്ങിൻ തൈകളും നശിച്ചിട്ടുണ്ട്. 15,25,000 രൂപയുടെ വെറ്റിലയും നശിച്ചു. 14,000 രൂപയുടെ മാങ്ങ, 7.2 ലക്ഷം രൂപയുടെ മറ്റു പഴവർഗ്ഗങ്ങൾ, 3.77 ലക്ഷം രൂപയുടെ കുരുമുളക്, 1 ലക്ഷം രൂപയുടെ ധാന്യങ്ങൾ, 1.9 ലക്ഷം രൂപയുടെ ജാതി, 3.7 ലക്ഷം രൂപയുടെ കിഴങ്ങുവർഗ്ഗങ്ങൾ എന്നിവയും മഴക്കെടുതിയിൽ നശിച്ചു. പൂഴിക്കുന്ന് പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റ് അശരണർക്ക് കൈത്താങ്ങായി കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തു. കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ കൈരളി ഓഡിറ്റോറിയം മാനേജിംഗ് ഡയറക്ടർ സലീം കൈരളി കിറ്റ് വിതരണം ചെയ്തു. പൂഴിക്കുന്ന് കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന പ്രതീക്ഷ ചാരിറ്റബിൾ ട്രസ്റ്റാണ് പാവപ്പെട്ടവർക്ക് കൈത്താങ്ങായി വീണ്ടും ഈ കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷ്യക്കിറ്റ് വിതരണം നടത്തിയത്. കൈരളി ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടികൾ കൈരളി ഓഡിറ്റോറിയം മാനേജിംഗ് ഡയറക്ടർ സലീം കൈരളി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. ട്രസ്റ്റ് പ്രസിഡന്റ് ശശി, സെക്രട്ടറി പ്രകാശൻ, ജോയിന്റ് സെക്രട്ടറിമാരായ നാസർ, ജലീൽ, വൈസ് പ്രസിഡന്റുമാരായ ഹനീഫ, സദാനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്തു. വാക്കാട് അഴീക്കൽ മണൽത്തിട്ട മുറിച്ചു നീക്കി. ആവിപ്പുഴയിലെ വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് പ്രവൃത്തി ആരംഭിച്ചത്. തീരദേശ പഞ്ചായത്തായ വെട്ടത്തെ ആവിപ്പുഴയിൽ മാലിന്യം കുമിഞ്ഞുകൂടി ദുർഗന്ധം വമിച്ചതിനെ തുടർന്ന് വാക്കാട് അഴീക്കലിലെ മണൽത്തിട്ട JCB ഉപയോഗിച്ച് മുറിച്ചു നീക്കി. ആവിപ്പുഴയിലെ വെള്ളം കടലിലേക്ക് ഒഴുക്കിവിട്ടു. ശനിയാഴ്ച രാവിലെ 10 മണിയോടെയാണ് പ്രവൃത്തി ആരംഭിച്ചത്. പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളരിക്കൽ റിയാസ് ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ കളരിക്കൽ മെഹർഷ, ഇർഫാന ധാനിയാർ, സിനി ഗണേഷ് എന്നിവർ നേതൃത്വം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ ശക്തമായ മഴയിൽ ആവിപ്പുഴയോട് ചേർന്നുള്ള പ്രദേശങ്ങളിലാകെ വെള്ളം കയറിയിരുന്നു. പുഴയുടെ ഇരുവശവും ഭിത്തി കെട്ടി സംരക്ഷിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അഴീക്കലിനോട് ചേർന്ന് നിർമ്മിച്ച പാലം വീതി കുറഞ്ഞത് നീരൊഴുക്ക് തടയാൻ കാരണമായെന്നും പറയുന്നു. ഉണ്ണിയാൽ അഴീക്കൽ തൊട്ട് പടിയം സിദ്ദീഖ് പള്ളി വരെയാണ് ആവിപ്പുഴയുള്ളത്. ആവിപ്പുഴയിലെ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് ഭിത്തി കെട്ടി സംരക്ഷിച്ചാൽ പഞ്ചായത്തിലെ പ്രധാന ജലസ്രോതസ്സുകളിലൊന്നായി ആവിപ്പുഴ മാറും. പ്രതീക്ഷക്കൊത്ത് ഉണർന്ന് പ്രവർത്തിക്കാൻ പുതിയ ഭരണസമിതി തയ്യാറാവുമെന്നാണ് പ്രതീക്ഷ. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് കണ്ടെത്താൻ യുവാക്കളുടെ കപ്പ കച്ചവടം. ചെറിയമുണ്ടം പഞ്ചായത്തിലെ വാണിയന്നൂർ ഷൈറ്റ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിലെ യുവാക്കളാണ് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഫണ്ട് കണ്ടെത്താൻ വേറിട്ട വഴി തേടി ശ്രദ്ധേയരായിരിക്കുന്നത്. പ്രദേശത്തെ തോട്ടങ്ങളിൽ നിന്നും മറ്റും ശേഖരിച്ച കപ്പ ലോക്ക്ഡൌൺ സമയത്ത് മാനദണ്ഡങ്ങൾ പാലിച്ച് വീടുകളിലെത്തി വിൽപ്പന നടത്തിയാണ് വിവിധ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിലമ്പൂരിലെ അമ്പുമല ആദിവാസി കോളനിയിൽ പോഷകാഹാര വിതരണം, വാണിയന്നൂർ പ്രദേശത്തെ ഭക്ഷണ കിറ്റ് വിതരണം, അങ്ങാടികളിലും വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലും അണുനശീകരണം, ഫോഗിംഗ്, ചെറിയമുണ്ടം PHSCയിലേക്ക് 5000 വാക്സിൻ രജിസ്ട്രേഷൻ ഷീറ്റ് നൽകൽ, കോവിഡ് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ എന്നിവ ഇതിനകം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം ശേഖരിച്ച കപ്പ ആദ്യ വിൽപ്പന നടത്തി ജില്ലാ പഞ്ചായത്ത് അംഗം VKM ഷാഫി നിർവഹിച്ചു. ഈ വർഷത്തെ കോവിഡ് പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി നേരത്തെ അവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള കൃഷിയിൽ നിന്ന് ഉൽപ്പാദിക്കപ്പെട്ടിട്ടുള്ള മരച്ചീനി പരിപൂർണമായും അത് കോവിഡ് പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടായിട്ട് ഉപയോഗപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അതിൻ്റെ വിൽപ്പന ഉദ്ഘാടനമാണ് ഇവിടെ നടത്തിയത്. വളരെ മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനമാണ്. ഇത്തരത്തിലുള്ള നല്ല പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ തന്നെ ഷൈൻ ക്ലബ്ബ് വളരെയധികം തിളങ്ങി നിൽക്കുകയാണ്. യുവജന പ്രവർത്തകരും ക്ലബ്ബ് ഭാരവാഹികളുമായ നവാസ്, മുഹമ്മദ് അലി, സൽമാൻ, സാബിത്, ബിഷാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. തലക്കാട് പൂക്കൈത സബ് സെന്ററിന്റെ പ്രവൃത്തിക്ക് പഞ്ചായത്ത് 3 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും അടുത്ത് തന്നെ പ്രവൃത്തി ആരംഭിക്കുമെന്നും തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് P. പുഷ്പ അറിയിച്ചു. നമ്മുടെ തലക്കാട് പഞ്ചായത്തിലെ പൂക്കൈത സബ് സെന്ററിനെ പറ്റിയിട്ട് ഒരു വാർത്ത കണ്ടിരുന്നു. ശ്രദ്ധയിൽപ്പെട്ടുകൊണ്ടാണ് ഇങ്ങനെ അതിനൊരു ബൈറ്റ്സ് കൊടുക്കുന്നത്. കാരണം അവിടെ 3 ലക്ഷം രൂപ സബ് സെന്ററിന് നമ്മൾ വെച്ചിട്ടുണ്ട് തലക്കാട് പഞ്ചായത്ത്. അതിപ്പോൾ അടുത്ത പ്രാവശ്യം തന്നെ ഇപ്പോൾ ഈ കൊറോണയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻഡറായി കഴിഞ്ഞാൽ അതിൻ്റെ വർക്ക് ഉണ്ടാവും. അതോടൊപ്പം അവിടുത്തെ JPHN മാറ്റം ആയി പോയതാണ്. നേഴ്സില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. ആ സബ് സെൻറ്ററിൽ JPHN ആണ് ഉണ്ടായിരുന്നത്. അവർ ട്രാൻസ്ഫർ ആയി പോയ കാരണമാണ്. അപ്പോൾ അടുത്ത് തന്നെ നമ്മളത് DMOൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത് തന്നെ അവിടേക്ക് ഒരാൾ വരികയാണെങ്കിൽ നമ്മളവിടെ എന്തായാലും അപ്പോയിൻമെൻറ്റ് ചെയ്യും. അവിടുത്തെ ആൾക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കും. അതോടൊപ്പം തന്നെ ഇപ്പം നിങ്ങളെല്ലാവരും നമ്മുടെ ഈ കൊറോണ എന്നുള്ള മഹാമാരിയെ
നമ്മുടെ ഈ നാടിൻ്റെ ഭീതിയിൽ നിൽക്കുന്ന ഈ സമയത്ത് നമ്മളോടൊപ്പം നിൽക്കുക. നിങ്ങൾക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഈ ഭരണസമിതി നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നിലവിൽ ഇവിടെ ഉണ്ടായിരുന്ന JPHN സ്ഥലം മാറിപ്പോയതിനാലാണ് ഒഴിവ് വന്നതെന്നും ഇതിന് പരിഹാരം കാണുമെന്നും പ്രസിഡന്റ് അറിയിച്ചു. വളരെ നല്ല രീതിയിൽ ഇപ്പോൾ നമ്മളെ കുടുംബാരോഗ്യ കേന്ദ്രം അടക്കം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ 5 മണി വരെ ഡോക്ടറെ വെച്ച് ചികിത്സിക്കുന്ന രൂപത്തിലേക്ക് അവിടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ മരുന്നായാലും ഒരാക്ഷേപമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രമാണ് തലക്കാട് കുടുംബാരോഗ്യ കേന്ദ്രം. അപ്പോൾ ആരോഗ്യ മേഖലയിൽ നല്ല ഇടപെടലുകൾ ഭരണസമിതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും തുടർന്നും അങ്ങനെ ഉണ്ടായിരിക്കും. തിരൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ 30ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചു. COVID-19 വരവ് അതിരൂക്ഷമായ സാഹചര്യത്തിൽ വീട്ടിൽ വെച്ച രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയ്ക്ക് മുമ്പിൽ വിളക്ക് കത്തിച്ചും പൂക്കൾ അർപ്പിച്ചുമാണ് രക്തസാക്ഷി ദിനം ആചരിച്ചത്. തിരൂർ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ 30ാമത് രക്തസാക്ഷി ദിനം ആചരിച്ചത്. കോവിഡിന്റെ 2ാം വരവ് അതിരൂക്ഷമായ സാഹചര്യത്തിൽ വീട്ടിൽ വെച്ച് രാജീവ് ഗാന്ധിയുടെ ഫോട്ടോയ്ക്ക് മുൻപിൽ വിളക്ക് കത്തിച്ചും പൂക്കൾ അർപ്പിച്ചുമാണ് രക്തസാക്ഷി ദിനം ആചരിച്ചത്. രക്തസാക്ഷി ദിന പരിപാടിയിൽ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി അരുൺ ചെമ്പ്ര, മുതിർന്ന കോൺഗ്രസ് നേതാവും കോൺഗ്രസിന്റെ പോഷക സംഘടനയായ പെൻഷനേഴ്സ് യൂണിയൻ തിരൂർ മണ്ഡലം സെക്രട്ടറി ധർമ്മജൻ മേലേപ്പാട്ട്, അമ്മേങ്ങര മുസ്തഫ, വിഘ്നേഷ്, അരുൺ എന്നിവർ പങ്കെടുത്തു. SSLC മൂല്യനിർണ്ണയം ജൂൺ 7 തുടങ്ങും. +2 മൂല്യനിർണ്ണയം ജൂൺ 1 മുതൽ 19 വരെ. SSLC IT പ്രാക്ടിക്കൽ പരീക്ഷ ഒഴിവാക്കി. +2 പ്രാക്ടിക്കൽ പരീക്ഷ ജൂൺ 21 മുതൽ. മൂല്യനിർണ്ണയ ജോലിയുള്ള അധ്യാപകരെ വാക്സിനേറ്റ് ചെയ്യും. IT പ്രാക്ടിക്കൽ പരീക്ഷ ഒഴിവാക്കും. SSLC ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി മൂല്യനിർണ്ണയം ജൂൺ 1 മുതൽ ജൂൺ 19 വരെയും SSLC മൂല്യനിർണ്ണയം ജൂൺ 7 മുതൽ ജൂൺ 25 വരെയും നടത്തും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷകൾ ജൂൺ 21 മുതൽ ജൂലൈ 7 വരെയും നടത്തും. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനം കുറവില്ലാതെ തുടരുന്ന പശ്ചാത്തലത്തിലാണ് SSLC IT പ്രാക്ടിക്കൽ പരീക്ഷ ഒഴിവാക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചത്. SSLC +2 വെക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയം അടുത്ത മാസം നടത്താനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച തീയതിയും സർക്കാർ പ്രഖ്യാപിച്ചു. അടുത്ത മാസം 1 തുടങ്ങി 25-നകം മൂല്യനിർണ്ണയം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഹയർ സെക്കൻഡറി, വെക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷയുടെ മൂല്യനിർണ്ണയമാണ് ആദ്യം നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ജൂൺ 1 മുതൽ ജൂൺ 19 വരെ തീയതികളിൽ മൂല്യനിർണ്ണയം നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ജൂൺ 7-നാണ് SSLC മൂല്യനിർണ്ണയം ആരംഭിക്കുന്നത്. ജൂൺ 25-ന് SSLC മൂല്യനിർണ്ണയം പൂർത്തിയാക്കും. SSLC പ്രാക്ടിക്കൽ പരീക്ഷ മാത്രമാണ് ഒഴിവാക്കിയിട്ടുള്ളത്. ഹയർ സെക്കൻഡറി, വെക്കേഷണൽ ഹയർ സെക്കൻഡറി പ്രാക്ടിക്കൽ പരീക്ഷകളും നടത്തും. ജൂൺ 21 മുതൽ ജൂലൈ 7 വരെയാണ് +2 പ്രാക്ടിക്കൽ പരീക്ഷ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. മൂല്യനിർണ്ണയത്തിന് പോകുന്ന അധ്യാപകരെ വാക്സിനേറ്റ് ചെയ്യാനും തീരുമാനിച്ചിട്ടുണ്ട്. മൂല്യനിർണ്ണയത്തിന്റെ ഡ്യൂട്ടിക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ അധ്യാപകർക്കും വാക്സിനേഷൻ നൽകും. മൂല്യനിർണ്ണയം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വാക്സിനേഷൻ നടപടികൾ പൂർത്തീകരിക്കുകയും ചെയ്യും. ആരോഗ്യ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചു. മൂല്യനിർണ്ണയത്തിന് പോകുന്ന അധ്യാപകരെ വാക്സിനേറ്റ് ചെയ്യും. അത് മൂല്യനിർണ്ണയത്തിന് മുൻപ് തന്നെ പൂർത്തീകരിക്കും. ആരോഗ്യവകുപ്പും വിദ്യാഭ്യാസ വകുപ്പും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂട്ടായി ആലോചിക്കും. PSC അഡ്വൈസ് ലഭിച്ചിട്ടുള്ളവർക്ക് അത് ഓൺലൈനായി നൽകുന്ന കാര്യം ചർച്ച ചെയ്യുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന മരണനിരക്ക്. രോഗികളുടെ എണ്ണത്തിൽ നേരിയ കുറവ്. 28,514 പേർക്ക് രോഗബാധ. 24 മണിക്കൂറിനിടെ പരിശോധിച്ചത് 1,26,028 സാമ്പിളുകൾ. ജില്ലയിൽ 3,932 രോഗികൾ. സമ്പർക്കത്തിലൂടെ 3,720 പേർക്ക് രോഗബാധ. ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് നന്നായി ഭരിക്കുന്നത് മുഖ്യമന്ത്രിയാകുമെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ. ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാരെ തീരുമാനിക്കുന്നത് ലീഗല്ല. വകുപ്പിന്റെ പേരിൽ ലീഗ് നടത്തുന്നത് രാഷ്ട്രീയ മുതലെടുപ്പെന്നും മന്ത്രി അബ്ദുറഹ്മാൻ. ജന്മനാട്ടിൽ തിരിച്ചെത്തിയ മന്ത്രിക്ക് പ്രൗഢോജ്വലമായ സ്വീകരണം. ന്യൂനപക്ഷ ക്ഷേമം മുഖ്യമന്ത്രി ഏറ്റെടുത്തത് മുസ്ലിം സമുദായത്തിന് അപമാനമെന്ന് PK കുഞ്ഞാലിക്കുട്ടി. വാക്സിൻ ക്ഷാമത്തിന് ഡിവൈഎഫ്ഐ സമരം ചെയ്യേണ്ടത് നഗരസഭയിലേക്കല്ലെന്ന് തിരൂരിലെ യൂത്ത് ലീഗ് നേതാക്കൾ. സമരം നടത്തേണ്ടത് ആരോഗ്യമന്ത്രിയുടെ വീട്ടിലേക്ക്. നഗരസഭയെ താറടിച്ച് കാണിച്ച് രാഷ്ട്രീയം കളിക്കുകയാണ് ഡിവൈഎഫ്ഐ എന്നും നേതാക്കൾ. ടൌട്ടെ ചുഴലിക്കാറ്റിൽ ജില്ലയിൽ 41.20 കോടി രൂപയുടെ കൃഷിനാശം. 7,000-ലധികം കർഷകരുടെ വിളകൾക്കാണ് നാശം സംഭവിച്ചത്. 1,117 ഹെക്ടർ നെൽകൃഷി നശിച്ചതായാണ് കണക്ക്. ടൌട്ടെയുമായി ബന്ധപ്പെട്ട കാറ്റിലും മഴയിലുമാണ് നാശം ഉണ്ടായത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.